അപ്പൂപ്പൻ, ചെറിയ മക്കൾ, അങ്ങനെയൊക്കെയുള്ള ഒരു കൂട്ടുകുടുംബത്തിൽ ഏതെങ്കിലും ഒരു ക്രിമിനൽ ആക്ടിവിറ്റിയുള്ള ഒരു സഹോദരനുണ്ട്. അപ്പം നമ്മൾ കുടുംബം മൊത്തത്തിൽ എല്ലാവരും ചുട്ടരിച്ച് തീയിട്ടിട്ട് അതിൻ്റെ കാരണവർ ഓടിപ്പോകും. അങ്ങനെയല്ലല്ലോ ചെയ്യാനുള്ള. ഫൈറ്റ് ചെയ്യട്ടെ. ക്രിമിനലായിട്ടുള്ള ആളിനെ മാറ്റി നിർത്തിക്കൊണ്ട് അന്വേഷണം നേരിടാണ് വേണ്ടത്. എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. ഞാൻ ഈ സിനിമാ സംഘടനകളായിട്ടൊന്നും ഒരു ബന്ധവും ഇല്ലാത്ത ആളാണ്. അതുകൊണ്ട് അവർക്ക് അവരുടെ ഡിസിഷൻ എടുക്കുക, അതിൽ ഞാൻ ആളല്ല. പക്ഷേ എൻ്റെ ഒരു പേഴ്സണൽ ഇത് എല്ലാവരെയും മുൾമുനയെ നിർത്തിയിട്ട് ഒരു രാജി പോകുമ്പോൾ അതൊരു എന്തോ ഒരു അൺഫെയർ ആയിട്ട് പോകും. നിലവിൽ വധഭീഷണി ഉണ്ടോ? എൻ്റെ വാട്സപ്പെല്ലാം ഹാക്ക് ചെയ്തു. എൻ്റെ ബാങ്ക് അക്കൗണ്ട് ഞാൻ 2 കോടി മേടിച്ചെന്നാണല്ലോ പറഞ്ഞത്. അപ്പോൾ ബാങ്ക് അക്കൗണ്ട് ഹാക്ക് ചെയ്തു. അപ്പോൾ അതിൽ എത്ര ബാലൻസ് ഉണ്ടെന്ന് അവർ കണ്ടു കാണും. തോന്നി വല്ല ഇട്ട് തരുമെന്ന് പ്രതീക്ഷയോടെ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. പിന്നെ വധഭീഷണി രാത്രി 12 മണിക്ക് ശേഷം വരുന്ന കോളൊന്നും ഞാനല്ല, സൈബർ സെല്ല് നോക്കുന്നുണ്ട്, ഞാൻ എടുക്കാറില്ല. പിന്നെ സ്നേഹത്തിലാണ്, മീഡിയ അറ്റൻഡ് ചെയ്യരുതെന്നുള്ള സ്നേഹത്തിലുള്ള ഉപദേശമാണ്. മീഡിയ അറ്റൻഡ് ചെയ്യരുത്, ഇനി ഈ വിഷയങ്ങൾ കൂടുതൽ സംസാരിക്കരുത്, അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. സൂക്ഷിച്ചോളൂ എന്നാണ് അതിൻ്റെ അർത്ഥം. എനിക്ക് ഭയമില്ല മരിക്കാൻ. ഓക്കെ, അപ്പം അവസാനമായിട്ട് WCCയിലെ ഒരു അംഗം ഈ ഒരു വസ്തുത, അതായത് ഈ ആരോപണങ്ങളൊന്നും അമ്മയിലില്ല, ഈ സിനിമ ഇൻഡസ്ട്രിയിൽ ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ നടി ആരാന്നറിയാം? ആക്ച്വലി ഞാൻ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് മീഡിയ കാണുന്നത് തന്നെ ഇങ്ങനത്തെ സ്റ്റേറ്റ്മെൻറ്റിന് ശേഷം. ജോമോളുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ്, അത് പേര് പറയുന്നത് ഒരു പ്രശ്നമല്ല, നിങ്ങൾ മീഡിയ കണ്ടതാണ്. അതായത് ഇൻഡസ്ട്രിയിൽ പ്രശ്നങ്ങളില്ലാന്ന് വെള്ളം പൂശത്, അതൊക്കെ ഭയങ്കര ഇതായിട്ട് തോന്നി, അൺഫെയർ ആയിട്ട് തന്നെ തോന്നി. സൊസൈറ്റിയുടെ ഉള്ള ഒരിതാണ്. അല്ലെങ്കിൽ പറയണമായിരുന്നു ഇൻഡസ്ട്രിയിൽ ചെറിയ ചെറിയ കുഴപ്പങ്ങളുണ്ട്, നമുക്ക് പരിഹരിക്കാം. ഞാനാണ് ആ പൊസിഷനിൽ ഇരുന്നെങ്കിൽ ഞാൻ പറയും, ഞാൻ നിൽക്കുന്ന ഇൻഡസ്ട്രിയിൽ ചില പ്രശ്നങ്ങളുണ്ട്, നമുക്കത് പരിഹരിക്കാം എന്ന് പറയുന്നതിന് പകരം ഇൻഡസ്ട്രി ഫുള്ള് നല്ലതെന്ന് പറഞ്ഞാൽ അപ്പം നമ്മളും ബാക്കിയുള്ള പെണ്ണുങ്ങൾ, ഉപയോഗിക്കപ്പെട്ട പെണ്ണുങ്ങളൊക്കെ അവർ മോശക്കാരാണ്. അങ്ങനെ വരാൻ പാടില്ല. പിന്നെ അതേപോലെ തന്നെ വേറൊരു വലിയ ബംഗാളി നടി വന്ന് ഇവിടുത്തെ ഏറ്റവും വലിയ ചലച്ചിത്ര അക്കാദമിയുടെ നേതൃത്വത്തിലിരിക്കുന്ന ഒരാളെ കുറിച്ച് അലിഗേഷൻ പറയും. നമുക്കറിയില്ല ഇപ്പോഴും എന്താണ് സത്യം എന്നുള്ളത്. എങ്കിലും അത്രയും വലിയ നടി വന്ന് അങ്ങനെ പറയുമ്പോൾ നമ്മളൊക്കെ തലകുനിക്കുകയാണ്. അപ്പോൾ ആ ഒരു മോശമായിട്ടുള്ള ചില കാര്യങ്ങൾ നമ്മൾ അറിയുമ്പോൾ തീർച്ചയായിട്ടും ഇതൊക്കെ തുറന്ന് പറയണമെന്ന് തോന്നി. തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ആരും ഒളിച്ചോടണ്ട, കരയണ്ട, ലോകം വിട്ട് പോകണ്ട, രാജ്യം വിട്ട് പോകണ്ട. ഞാൻ ഇതുവരെ ഇത്രയും വലിയ മീഡിയനാണ്. ഞാൻ ഇപ്പോൾ നാഷണൽ ഇൻ്റർനാഷണൽ ചാനലടക്കം ഫേസ് ചെയ്തുകൊണ്ടിരിക്കുക. സ്റ്റേറ്റിലെ ചാനലാണെങ്കിൽ നമുക്ക് മലയാളത്തിൽ പറഞ്ഞാൽ അറിയാത്ത ഹിന്ദി, അറിയാത്ത ഇംഗ്ലീഷും അറിയാത്ത തമിഴിൽ സംസാരിച്ച് എൻ്റെ നാടിൻ്റെ ഗതികെട്ട കാര്യം പറയേണ്ട ഒരവസ്ഥയിൽ എന്നെ കൊണ്ടുവന്ന് എത്തിച്ചത് നിങ്ങളെല്ലാവരും കൂടെയാണ്. നിങ്ങളെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇവിടുത്തെ ക്രിമിനൽ അല്ലാത്ത നല്ല ആളുകൾ ചേർന്ന്. ക്രിമിനലുകൾ അന്നേ മാറ്റി വെച്ചിരുന്നെങ്കിൽ നല്ല ആളുകൾക്ക് ആ പേര് വരില്ല. സിനിമയിൽ എത്ര നല്ല ആൾക്കാരുണ്ട്. ഇൻഡസ്ട്രിയുടെ ഈ വൃത്തികേട് മാറ്റി ഇൻഡസ്ട്രിയെ തിരിച്ചു പിടിക്കണം. ഞാനും ചോറാണ്, എൻ്റെ ചോറാണ് ചലച്ചിത്ര മേഖല. ആ സിനിമാ മേഖലയെ തിരിച്ചു കൊണ്ടുവരണം.